നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. വലിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണെന്നും മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്താണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. റേ ഒപ്റ്റിക്സിൻ്റെ ഒരു സെക്ഷനും വേവ് ഒപ്റ്റിക്സിൻ്റെ വേറൊരു സെക്ഷനും. സോ ആദ്യം തന്നെ റേ ഒപ്റ്റിക്സിൻ്റെ സെക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ ഡയഗ്രാംസും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് ഇതിലേക്ക് കയറണം. അപ്പോൾ അതിലേക്ക് വരുമ്പം നിങ്ങൾക്ക് മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിൻ ലെൻസ് ഫോർമുല അല്ലെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ഇതിന് മുന്നേയും കുറേ പോർഷൻസ് ഉണ്ട്, ബട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളിലേക്കാണ് ഇവിടെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ പറയുന്നത്. ഈ തിൻ ലെൻസ് ഫോർമുല അല്ലെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങൾ ഡിറൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ അറിയണം. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് N1 എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും N2 എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് ഒരു കോൺവെക്സ് സർഫസിൽ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷനാണ് N2/V. V എന്താണ്, U എന്താണ്, R എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. V is image distance, R is object, V is image distance, U is object distance and R is radius of curvature. സോ ഇത് ബേസിലുള്ള ഈ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, 1/Fൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N-1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. എന്തുകൊണ്ടാണ് ഇതിനെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്? അത് ഒരാളുടെ ഫോക്കൽ ലെങ്ത്, അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്, ഇപ്പോൾ സപ്പോസ് ഒരു ലെൻസിൻ്റെ കേസ് പറയുവാണെങ്കിൽ തന്നെ ഒരാളുടെ ഫോക്കസ് പവർ കാണുന്നത് 1/4 ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അയാളുടെ പവറിൽ എന്താണോ വേരിയേഷൻ അതിനനുസരിച്ചുള്ള ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ലെൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ചൂസ് ചെയ്യും. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറയുന്ന വാല്യൂ അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. അത് ഉപയോഗിച്ചിട്ട് ഏത് ആംഗിളിൽ അല്ലെങ്കിൽ ഏത് റേഡിയസിൽ കട്ട് ചെയ്താലാണ് അയാൾക്ക് സ്യൂട്ട് ആവുന്ന ഫോക്കസ് ഉള്ള അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നതിൻ്റെ ബേസിലാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. കട്ട് ചെയ്യുന്ന R1ൻ്റെയും R2ൻ്റെയും വാല്യൂ മാറുന്നതനുസരിച്ച് എന്ത് മാറും, ഇവിടുത്തെ ഫോർമുല മാറും. സോ 1/F is equal to 1/V minus 1/U എന്ന് പറയാം. അതാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള നമ്മുടെ ലെൻസ് ഫോർമുല. സോ അതിൽ നിന്നാണ് ഈ N-1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ N എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് N2/N1 ആണ്. ആ ഒരു റേഷ്യോ ആണ്. സെക്കൻഡ് മീഡിയം ഫസ്റ്റ് മീഡിയം റേഷ്യോ ആണ്. ദെൻ റിയൽ ഡെപ്ത് അപ്പാരൻ്റ് ഡെപ്തിൻ്റെ ന്യൂമറിക്കൽസ് കണ്ടിട്ടുണ്ട്. റിയൽ ഡെപ്തും അപ്പാരൻ്റ് ഡെപ്തും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ N is equal to റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത് ആണ്. അപ്പോൾ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഡെപ്ത് ആണ്. അപ്പോൾ എത്രമാത്രം മുകളിലേക്ക് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് അപ്പാരൻ്റ് ഡെപ്ത്. അപ്പോൾ ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത് റിയൽ ഡെപ്ത് മൈനസ് അപ്പാരൻ്റ് ഡെപ്ത് ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടും ന്യൂമറിക്കൽസ് കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് പഠിക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നൊരു സാധനമാണ് പ്രിസം. പ്രിസത്തിൻ്റെ അകത്തൂടെ ലൈറ്റ് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻഡിയൻ റിഫ്ലക്ഷൻ. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിക്കാം. അതായത് നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പം ലൈറ്റിന് ബെൻഡിങ് ഉണ്ടാവും. അതായത് നോർമലി ബെൻസ് ടുവേർഡ്സ് നോർമലാണ് റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പം. അതേസമയം ലൈറ്റ് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുന്ന സമയത്ത് ഇത് ബെൻസ് എവേ ഫ്രം നോർമലാണ്. ബട്ട് ഇങ്ങനെ എവേ ഫ്രം നോർമൽ വരുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറുന്നതനുസരിച്ച് ഈ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. അറ്റ് സം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആകുമ്പോൾ ഈ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്ക് പോകുന്ന ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് അതേ മീഡിയത്തിലേക്ക് തന്നെ വരും, വിച്ച് ഇസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷൻ്റെ റൂളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡറിൽ കൂടെ പോകുന്ന വാല്യൂ ആണ് ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. അതായത് നോർമലുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കി പോകുക എന്ന് പറഞ്ഞാൽ ബോർഡറിൽ കൂടെ പോകുകയെന്ന് അർത്ഥം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിൾ വരുമ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ പ്രസത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. നമ്മൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്. അതുപോലെ തന്നെ മിറാജ് പോലുള്ള കാര്യങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അത് നോക്കി വയ്ക്കുക. ദെൻ ഇതിൽ വരുന്നൊരു സാധനമാണ് പ്രിസം എന്ന് പറയുന്നത്. സോ പ്രിസത്തിലേക്ക് നമ്മൾ ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് പ്രിസത്തിൽ ഡീവിയേഷൻ ഉണ്ടാവും. അതായത് പ്രിസത്തിൻ്റെ അകത്ത് കൂടെ ലൈറ്റ് പോകുമ്പോൾ അതിന് ബെൻഡിങ് സംഭവിക്കും. ബെൻഡിങ് സംഭവിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്ത് ഇതുപോലെ ബെൻഡിങ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് വയലറ്റ് കളറായിരിക്കും, ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുന്ന റെഡ് കളറായിരിക്കും. ഓക്കെ, സോ അത് വേരിയേഷൻ അനുസരിച്ച് കളറിന് വേവ് ലെങ്ത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും കുറവ് റെഡിനും ഏറ്റവും കൂടുതൽ വയലറ്റിനും ആയിരിക്കും.
അതേസമയം വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ 7 കളറുകളും സ്പ്ലിറ്റ് ആവും. ദിസ് ഈസ് കോൾഡ് ഡിസ്പേർഷൻ. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ റെഡും ഏറ്റവും താഴെ വയലറ്റും വരും. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇതിൽ ആപ്ലിക്കേഷൻസ് ഓഫ് TAR പഠിക്കുക. മിനിമം ഡീവിയേഷൻ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിനിമം ഡീവിയേഷൻ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഇതിന് എത്രമാത്രം ഡീവിയേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് ഡെൽറ്റ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I1 + I2 - A ആണ്. A മീൻസ് ആംഗിൾ ഓഫ് പ്രിസം വിച്ച് ഈസ് R1 + R2. അപ്പോൾ ഈ I1 + I2 - A എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നാണ് നിങ്ങൾ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഡെൽറ്റ മിനിമം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ 2 കൺസിഡറേഷൻസ് എടുക്കും. ഒന്ന് I1 = I2 = I എന്നും, അത് രണ്ടും സെയിം ആവും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. R1 = R2 = R എന്നും നമ്മൾ എടുക്കും. ഈ ഒരു കൺസിഡറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഡെൽറ്റ മിൻ എന്ന് പറയുന്നത് 2I - A എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് മാറും. ഓക്കെ, ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ കൂട്ടുന്നതനുസരിച്ച് ഇനിഷ്യലി ഡെൽറ്റ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ബട്ട് ഏതോ ഒരു വാല്യൂ എത്തുമ്പം ഡെൽറ്റ മിനിമം ആവും, പിന്നെ കൂടി പോകും. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചതേ ഉള്ളൂ. ഇനിഷ്യലി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറയുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ഏറ്റവും മിനിമം വാല്യൂ ആണ് ഡെൽറ്റ മിൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഡെൽറ്റ മിന്നിൽ നിങ്ങൾ sin I / sin R കണ്ടുപിടിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതും. ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതാം. n എന്ന് പറയുന്നത് sin I / sin R ആണ്. ഇവിടെ I എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെൽറ്റ മിൻ +A/2 എന്നും R എന്ന് പറയുന്നത് sin A/2 എന്നും വരും. ഇതാണ് അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. സോ ഈ ഇത്രയും ഇക്വേഷൻസ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പറ്റും. ദെൻ വരുന്നത് ഇതിൻ്റെ തന്നെ സെക്കൻഡ് സെക്ഷനാണ്. ഇതിൻ്റെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ മെയിനായിട്ട് സിമ്പിൾ മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ഈ മൂന്നുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് മനസ്സിലാക്കിയാൽ ബാക്കി രണ്ടും എളുപ്പമാണ്. നേരത്തെ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഡെറിവേഷൻസ് ഒന്നും കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. മെയിൻ ഇക്വേഷൻസും ഡയഗ്രാംസ് പടം വരയ്ക്കാൻ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സോ പൊതുവേ നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് വരുന്ന 2-3 സാധനങ്ങളിൽ നമ്മൾ എന്തിനാണ് ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്? മെയിൻലി മാഗ്നിഫിക്കേഷൻ, അതായത് ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാനാണ് നമ്മൾ ലെൻസസ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ലെൻസിൻ്റെ, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിനും ഫോക്കസിനും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആയിരിക്കും. ഈ കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ. അതുകൊണ്ട് തന്നെ M എന്ന് പറഞ്ഞാൽ β/α എന്ന് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇമേജ് ഡിവൈഡഡ് ബൈ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഒബ്ജക്റ്റ് എന്നാണ് β/α കാണിക്കുന്നത്. ദെൻ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു എന്നതിൻ്റെ ബേസിൽ 2 ഇക്വേഷൻസ് പറയും. ഒന്ന്, ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിൻറ്റ് വിഷനിലുണ്ടാവാം, അതാ LDDV എന്ന് നമ്മൾ പറയും. അതായത് ഒരാൾക്ക് കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് 25 സെൻറ്റിമീറ്റർ അഥവാ D എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണെങ്കിൽ അത് നമ്മൾ 1 + D/F എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യും. അതേസമയം ഇമേജ് ഉണ്ടാകുന്ന ഇൻഫിനിറ്റിയിലാണെങ്കിൽ, റിലാക്സ്ഡ് ആയി എന്നൊക്കെ പറയും, ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗ്ലക്റ്റ് ചെയ്തിട്ട് D/F എന്ന് പറയാം. അത് പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്, എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പം. ദെൻ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസുകളാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റിനെ നോക്കുന്ന ഒബ്ജക്റ്റീവും കണ്ണിൻ്റെ അടുത്തുള്ള ഐ പീസും. സോ മാഗ്നിഫിക്കേഷൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ആൻഡ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. ഇതിന് രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ M = ME × MO എന്ന് വരും. അപ്പോൾ അവിടെ MO ഒബ്ജക്റ്റീവിൻ്റെത് നിങ്ങൾ 10ൽ പഠിച്ചിട്ടുള്ള V/U എന്ന് പറഞ്ഞ ഇക്വേഷൻ VO/U എന്ന് വരും. ദെൻ നമ്മളുടെ മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷനിലാണെങ്കിൽ 1 + D/FE എന്ന് വരും. F തന്നെയാണ് ഇക്വേഷൻ, പക്ഷേ FE പറയാൻ കാരണം ഐ പീസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ 1 + D/FE എന്ന് എഴുതുന്നതിന് പകരം D/FE എന്ന് എഴുതാം. അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ ഇക്വേഷൻ -FO/FE × 1 + FE/D എന്ന് വരും. ഇത്ര ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. നിങ്ങൾ അതിൻ്റെ അകത്ത് ഡയഗ്രാംസ് വരയ്ക്കാൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിലാണ്. അത് നമ്മൾ വേവ് ഒപ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.